സാറ്, അതുപോലെ BPC ഭക്തഗിരീഷ് മാഷ്, ട്രെയിനർമാരായ സജി മാഷ്, കന്ദസ്വാമി സാറ്, അതുപോലെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, വളരെ സന്തോഷം തോന്നി. ഞാൻ ആക്റ്റീവായൊരു പാർട്ടിസിപ്പേഷൻ ഇവിടെ കണ്ടപ്പോൾ പലപ്പോഴും അതിങ്ങനെ ലൈവ് അല്ലാതെ പലപ്പോഴും ട്രെയിനിങ് ആയിട്ട് മാറാണ്. ഇവിടെ അങ്ങനെയല്ല, നിരത്തിരുന്ന് അതിൻ്റെ വലിയ സന്തോഷം. ടീക്കണ്ട എന്ന് പറഞ്ഞത് നിരത്തിരുന്ന് അതാണ് സാറ് പറഞ്ഞ വാക്ക്. എറണാകുളത്തെ പോയപ്പോൾ നല്ലൊരു AC ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. പക്ഷെ ഇതേപോലെ ആനയും കുരങ്ങും കുട്ടിയൊക്കെ കളിച്ച് ഡിഒമാരെ കൊണ്ട് ഡിഒമാരെ കൊണ്ട് പൂർണ്ണമായും അവിടെ ഇതേപോലെ കളികൾ കളിപ്പിച്ചാൽ. കാരണം ഞങ്ങൾ പോകുന്നത് പ്രീ പ്രൈമറി നോക്കാനാണ്. അപ്പോൾ അവിടുത്തെ ഒരു രീതി മനസ്സിലാക്കാതെ അവിടെ പോകാൻ കഴിയില്ല എന്നതുകൊണ്ട് അവിടുത്തെ രീതിയിലേക്ക് ഞങ്ങൾ മാറി. എന്നിട്ടാണ് ഞങ്ങൾ ആ പരിശീലനത്തിൽ പങ്കെടുത്തത്. അപ്പോൾ ആ രൂപത്തിലാണ് ടീച്ചേഴ്സോട് ഇരിക്കുന്നത്. കുട്ടികളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഇപ്പം ഞങ്ങൾ 3ാമത്തെ സ്കൂളാണ് വിസിറ്റ് ചെയ്യുന്നത്. 2 സ്കൂളുകൾ പുതൂർ പോയി, അതുപോലെ പുള്ളി പോയി. അപ്പോൾ അവിടെയൊക്കെ കണ്ടത് ഇതിൽ പറയുന്നത് 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഏറെ അനുഭവപ്പെടുന്ന പ്രയാസം മാത്സിലാണ്, കണക്കിലാണ്. അപ്പോൾ ഗണിതത്തിലെ കുട്ടികളുടെ ഹാട്ട്സ്പോട്ടുകൾ കണ്ടെത്തി അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച്, അതെങ്ങനെ രസകരമായി കുട്ടികളിലേക്ക് എത്തിക്കാന്നുള്ളതിനെ കുറിച്ചുള്ള ശില്പശാലയാണ് കണ്ടിന്യൂസായിട്ട് നടക്കുന്നത്. ഏതായാലും ഈ ശില്പശാല കൊണ്ട് ഉപകാരം കിട്ടേണ്ടത് നമുക്കല്ല, ആരെയാണോ നമ്മൾ ഉദ്ദേശിച്ച 3 4 കുട്ടികളെയാണ്. അപ്പോൾ അവരിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഞങ്ങൾക്കൊന്ന് പോയപ്പോൾ ഞാൻ ഉദാഹരണ ക്ലാസ്സിൽ പറഞ്ഞു 50 രൂപ രക്ഷിതാവ് കൊടുത്തു. തൊട്ടടുത്ത കടയിൽ പോയി 2 പേന 8 രൂപ അല്ലെങ്കിൽ 2 പേന വാങ്ങിയപ്പോൾ 2 പേനൊക്കെ എത്ര ദിവസം കുട്ടിക്ക് അറിയില്ല. 8 തൊട്ട് 16 വരെ കുട്ടിക്ക് അറിയില്ല. പിന്നെ അവസാനം ഒരു കുട്ടികൾ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു 16 കഴിച്ച് ബാക്കി എത്ര പൈസയും വീട്ടിലേക്ക് കൊണ്ടുപോയത്. പ്രായോഗികമായിട്ട് പുസ്തകത്തിൽ തന്നെ അതിൻ്റെ പ്രായോഗികമായ ഉദാഹരണങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ ചോദിച്ചത് എന്തിനാണ് ഈ വേപ്പില തന്നെ കറിവേപ്പില തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ 10 എണ്ണം കിട്ടുന്നത് അല്ലേ, 10 എണ്ണം കിട്ടുന്ന ഇലകൾ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നതാണ്. ഇങ്ങനെ ഇതൊക്കെ വളരെ നല്ലതാണ്. ഇതേപോലെ സാധനങ്ങൾ എടുത്തത് ഇല എടുത്ത് കുട്ടികളെ ഹാട്ട്സ്പോട്ട് അവരുടെ മനസ്സിലേക്ക്. എനിക്ക് ഇന്നും ഓർമ്മ വരുന്നത് 3ാം ക്ലാസ്സിൽ സമയം പഠിപ്പിച്ചതാണ്. സമയം അന്നൊന്നും പോലെ ക്ലോക്കില്ലല്ലോ. ഒരു പേപ്പറിൽ ക്ലോക്ക് പോലെ 1, 2 മുതൽ 12 വരെ എഴുതി. അന്ന് കമ്മ്യൂണിസ്റ്റ് അപ്പ പറയുന്നത് അതിൽ അപ്പ എന്നുള്ള ചെടി തുടങ്ങിയ മേഘണ്ട് അതിൻ്റെ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി വെച്ച് അത് തിരിച്ച് 3:30, 2:30, 1:30 സമയങ്ങൾ പഠിപ്പിച്ചത് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. കാരണം അന്നത്തെ ഏറ്റവും ലൈവായ ക്ലാസ് എന്ന് പറയുന്നത് അതാണ്. കുട്ടികളുടെ മനസ്സിൽ അനുഭവമാവണം. അതിനു വേണ്ടിയിട്ടാണ് 2 ദിവസം സേവാസിന്റെ ട്രെയിനിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കുന്നത്. ഏതായാലും വിദ്യാലയങ്ങളിൽ ഇതിൻ്റെ ഗുണം ലഭിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ അധികമായി പോയി ക്ഷമിക്കുക. ഏതായാലും ഇതിന് എല്ലാവിധ ഭാവങ്ങളും നേരിടും.